അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, അശ്വതി, ഭരണി, കാർത്തിക എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ഈ ജനുവരി മാസം 22-ാം തീയതി വ്യാഴാഴ്ച വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ജ്യോതിഷപ്രകാരമുള്ള പല മാറ്റങ്ങളും ഓരോ സമയങ്ങളിലായി സംഭവിക്കുമെങ്കിലും ചില പ്രത്യേക ഗ്രഹങ്ങളുടെ സ്വാധീനവും ചില പ്രത്യേക യോഗങ്ങളും സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ചില നക്ഷത്രക്കാരിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അത്ര വലിയതായിരിക്കും. ഇപ്പോൾ തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും പലപ്പോഴും ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു വരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചതിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. എന്നാൽ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് ചില പ്രത്യേക സമയങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന കാര്യങ്ങളെ അണുവിട തെറ്റാതെ പറയുവാൻ കഴിയും. അപ്രകാരം എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില കാര്യങ്ങൾ തന്നെയാണ് ഈ വ്യാഴാഴ്ച ഈ 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്നത്. അപ്പോൾ ഈ ജനുവരി മാസം 22-ാം തീയതി വ്യാഴാഴ്ച തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ജനുവരി മാസം 22-ാം തീയതി വ്യാഴാഴ്ച ഈ 8 നക്ഷത്രക്കാർക്ക് സിദ്ധിക്കുവാൻ പോകുന്നത് അതിഗംഭീരമായ ഗജകേസരി യോഗമാണ്. ഗജകേസരി യോഗം എന്നത് ജ്യോതിഷത്തിലെ തന്നെ ഏറ്റവും മഹത്തായ യോഗങ്ങളിൽ ഒന്നാണ് എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യോഗം സിദ്ധിക്കുന്ന നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നവ തന്നെയായിരിക്കും. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ച വളരെ ഭാഗ്യകരമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് അവിട്ടം, ചതയം, പൂരുരുട്ടാതി വരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിയിൽ പിറന്ന ഭൂരിഭാഗം വ്യക്തികളെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസമാധാനത്തെ ഇല്ലാതാക്കുന്നവയാണ്. മാത്രമല്ല ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതം എടുത്തു നോക്കിയാലും എപ്പോഴും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും തന്നെയാണ് നിങ്ങൾക്ക് കൂടുതലായി അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ നിങ്ങൾ ഇപ്പോഴും ഈശ്വരവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോലും പല സമയങ്ങളിലും നിങ്ങളുടെ മനസ്സ് വേദനിക്കുന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയില്ല. കാരണം ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും മാനസികമായ ബുദ്ധിമുട്ടുകളും വളരെയധികം അനുഭവിക്കുന്ന ചില അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജീവിതത്തിലെ വിട്ടുമാറാത്ത പ്രതിസന്ധികൾ കൊണ്ടും കാര്യ തടസ്സങ്ങൾ കൊണ്ടും കടബാധ്യതകൾ കൊണ്ടും നട്ടം തിരിയുകയും ഇനി മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്ന് ചിന്തിച്ച് മനസ്സ് നീറിക്കഴിയുകയും ചെയ്യുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ച നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന ഗജകേസരി യോഗം നിങ്ങൾക്ക് മഹാഭാഗ്യമാണ് സമ്മാനിക്കുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി കുംഭം രാശിക്കാരായിട്ടുള്ള അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഇപ്പോൾ ഈ അധ്യായം കാണുന്ന കൂടുതൽ ആളുകളും നിലവിൽ ജീവിതത്തിൽ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് കടബാധ്യത തന്നെയാണ്. അതായത് ഇതിൽ തന്നെ ചില വ്യക്തികൾക്ക് മറ്റു ചില ആളുകളെ വളരെയധികം വിശ്വസിച്ചതിലൂടെ നഷ്ടമായ ചില തുകകളുണ്ട്. അതായത് നിങ്ങൾ കടമായി നൽകിയതാണെങ്കിൽ പോലും പിന്നീട് നിങ്ങൾക്ക്
ആ പണം തിരികെ കൃത്യമായി നൽകുവാനുള്ള മാന്യത അവർ കാണിച്ചില്ല. എന്നാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥ വളരെ പ്രയാസമേറിയതാണ്. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്ന സമയത്ത് കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഒരിക്കലും തിരികെ ലഭിക്കില്ല എന്ന് നിങ്ങൾ കരുതിയിരുന്ന ചില കാര്യങ്ങൾ തിരികെ സ്വന്തമാക്കുവാനുള്ള യോഗമുണ്ടാകും. ഇതിൽ നിങ്ങൾക്ക് കടം കൊടുത്ത തുകകളും വസ്തുക്കളും തിരികെ ലഭിക്കും എന്നത് മാത്രമല്ല, ചില കുംഭം രാശിക്കാർക്ക് കുടുംബപരമായി ലഭിക്കേണ്ടതായിരുന്നിട്ട് പോലും നിങ്ങൾക്ക് ലഭിക്കാതെ തടസ്സപ്പെട്ടിരുന്ന ചില സമ്പത്തും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ശുഭസമയമാണ് ഈ ഗജകേസരി യോഗം കൊണ്ട് നിങ്ങൾക്ക് തെളിയുവാൻ പോകുന്നത്. മാത്രമല്ല, ഇതിൽ തന്നെ ചില അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാർക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ വളരെയധികം ഒറ്റപ്പെടുത്തലുകൾ കുടുംബത്തിൽ നിന്നായാലും സമൂഹത്തിൽ നിന്നായാലും സുഹൃത്തുക്കളിൽ നിന്നായാലും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഒറ്റപ്പെടുത്തലുകൾ മാത്രമല്ല, അപമാനം വരെ സാമ്പത്തികമായ പ്രശ്നങ്ങളുടെ പേരിൽ നിങ്ങൾ വളരെയധികം സഹിക്കുന്നുണ്ട്. എന്നാൽ ഈ ഗജകേസരി യോഗം സിദ്ധിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ വലിയ ഒരു ധനനേട്ടം ചില കുംഭം രാശിക്കാരെ കാത്തിരിക്കുന്നുണ്ട്. അതായത്, നിങ്ങൾക്ക് ഇപ്പോഴുള്ള കടബാധ്യതകളിൽ നിന്നും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്നും ഇത്ര വേഗത്തിൽ പരിഹാരം കാണുവാൻ കഴിയും എന്ന് നിങ്ങൾ പോലും ചിന്തിച്ചിരിക്കില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, ഈ ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ച അതിവിശേഷകരമായ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ ചില കുംഭം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിങ്ങളുടെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ കഴിയുകയും ഒപ്പം തന്നെ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില പുതിയ അവസരങ്ങൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ തേടിയെത്തുകയും ചെയ്യും. ഇതിൽ തന്നെ കുംഭം രാശിയിൽ പിറന്ന ചില മക്കളുടെ ഭാവിയെപ്പറ്റി ചിന്തിച്ച് വളരെയധികം മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്ന ഏതൊക്കെയോ മാതാപിതാക്കളും ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത്, മക്കളുടെ വിവാഹം, പഠനം, ജോലി എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്തൊക്കെയോ തരത്തിലുള്ള തടസ്സങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനാൽ ഇത് മക്കളുടെ ഭാവിയെ ദോഷകരമായി ബാധിക്കുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ഭയം. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഏത് മേഖലയിൽ കാര്യതടസ്സങ്ങൾ അനുഭവിച്ചിരുന്ന കുംഭം രാശിക്കാരായിരുന്നാലും അവരിൽ നിന്ന് ആ പ്രതിസന്ധികൾ അകലുകയും ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ഉയർച്ച മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യും. ഇനി ആരോഗ്യസ്ഥിതി ആയിരുന്നാലും ഈ ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ച കുംഭം രാശിക്കാർക്ക് ഏറ്റവും മികച്ച അവസ്ഥയിൽ തന്നെയായിരിക്കും നിലനിൽക്കുക. അപ്പോൾ എല്ലാ വിധത്തിലും ദൗർഭാഗ്യങ്ങൾ കൊണ്ടും സമാധാനമില്ലാത്ത പല കാര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടിയിരുന്ന കുംഭം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ജനുവരി മാസം 22-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും പോസിറ്റീവായ ചില തുടക്കങ്ങൾ കാണുവാൻ കഴിയുന്ന സമയമായിരിക്കും. ഇനി ഈ ജനുവരി മാസം 22-ാം തീയതി വ്യാഴാഴ്ച ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. മീനം രാശിയിൽ പിറന്ന ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കൂടുതൽ ആളുകളും ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടന്നാൽ മതിയായിരുന്നു എന്ന് കരുതുന്നവരാണ്. കാരണം അത്രയേറെ ദുരിതപൂർണമായ വിവിധ സാഹചര്യങ്ങളിലൂടെയാണ് ചില മീനം രാശിക്കാർ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത്, എങ്ങോട്ട് തിരിഞ്ഞാലും ചില മനസമാധാനക്കേടുകളും പ്രശ്നങ്ങളും നിങ്ങളെ തേടിപ്പിടിച്ച് എത്തുന്നത് പോലെയാണ് നിങ്ങൾക്ക് ജീവിതത്തിലുണ്ടാകുന്ന ചില അനുഭവങ്ങൾ. എന്നാൽ ഇപ്പോൾ ഈ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് സൗഭാഗ്യകരമായ ചില കാര്യങ്ങൾ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ മീനം രാശിക്കാർക്ക് വന്നു ചേരുവാൻ പോകുന്ന ഒരു സമയമാണ്. ഇതിൽ തന്നെ ഒന്നാമതായി എടുത്തു പറയേണ്ടത്
കയ്യിൽ 1 രൂപ എടുക്കുവാനില്ലാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് വരുന്ന ഏതൊക്കെയോ മീനം രാശിക്കാർ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ പണം നിൽക്കുന്നില്ലാത്ത ഒരു അവസ്ഥ നിരന്തരം ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല, കടബാധ്യതകളാണെങ്കിൽ ദിനം പ്രതി ഇരട്ടിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കടം വാങ്ങിയ ചില ആളുകളുടെ മുഖത്ത് നേരെ നോക്കുവാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് ഏതൊക്കെയോ പുരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഫലപ്രകാരം നോക്കുമ്പോൾ കാണുന്നത്, നിങ്ങളുടെ ശ്രമമുണ്ടെങ്കിൽ ചില ധനനേട്ടങ്ങളും സാമ്പത്തികമായ പുരോഗതിയും മീനം രാശിക്കാർക്ക് കൈവരിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള മഹാഭാഗ്യമാണ് ഈ ഗജകേസരി യോഗത്താൽ വന്നു ചേരുവാൻ പോകുന്നത്. ഇനി കുറച്ചുകൂടി വ്യക്തമായി പറയേണ്ട ഒരു കാര്യം, ഈ ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ച ഏതൊക്കെയോ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളെ ഒരു ജോലിക്ക് വിളിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ കോൾ പ്രതീക്ഷിക്കാം. അതായത് അന്നത്തെ ദിവസം നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഏറ്റവും വിജയകരമായ ഒരു ഫലമുണ്ടാകുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. മാത്രമല്ല, ഇതിനു മുൻപ് തന്നെ ഇൻ്റർവ്യൂ കഴിയുകയും അതിൻ്റെ ഫലം എന്താകുമെന്ന് കാത്തിരിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. അത്തരത്തിലുള്ള മീനം രാശിക്കാർക്കും ഈ ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് ഭാഗ്യകരമായ ഒരു വാർത്ത കേൾക്കുവാൻ കഴിയുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ സ്ത്രീകൾ, അതായത് കുടുംബിനികളായിട്ടുള്ള ചില വ്യക്തികൾ ചില പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ വളരെ കാലമായി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ എങ്ങനെ തുടങ്ങുമെന്നുള്ള കൃത്യത ഇല്ലാത്തതിനാലും തുടങ്ങുവാൻ തക്കതായ സാമ്പത്തിക ശേഷി ഇല്ലാത്തതിനാലും നിങ്ങൾ അതിൽ നിന്ന് മടിച്ചു നിൽക്കുകയായിരുന്നു. എന്നാൽ അത്തരത്തിൽ ചില സ്വയം തൊഴിലുകളിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുകയും ചെറുതാണെങ്കിലും ഒരു ബിസിനസ് സ്വന്തമായി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന മീനം രാശിയിൽ പിറന്ന ചില സ്ത്രീകൾക്ക് ഈ ഗജകേസരി യോഗം ഭാഗ്യമായി വരുന്ന സമയത്ത് ആ സ്വപ്നത്തെ സാക്ഷാത്കരിച്ചെടുക്കുവാൻ കഴിയും. മാത്രമല്ല, നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിന് പിന്തുണയായി നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന തരത്തിൽ ചില വ്യക്തികൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഒപ്പം തന്നെ മറ്റുള്ള ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മീനം രാശിയിൽ പിറന്ന വ്യക്തികൾക്കും നിങ്ങളുടെ ആ സംരംഭം എത്ര ചെറുതായിരുന്നാലും അതിൽ നിന്ന് ലഭിക്കാവുന്ന പരമാവധി വരുമാനം നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ സമയം കാണപ്പെടുന്നത്. ഇനി ഏറ്റവും പ്രധാനമായി ഈ ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രത്തിൽ പിറന്ന വിവാഹ തടസ്സം വളരെയധികം അനുഭവിച്ചിരുന്ന ചില വ്യക്തികൾക്ക് തടസ്സങ്ങളെല്ലാം അകലുകയും ഏറ്റവും മംഗളകരമായ ചില കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുകയും ചെയ്യുവാൻ പോകുന്ന സമയവും കൂടിയാണ് ഈ ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ചയോടെ വന്നു ചേരുന്നത്. ഇതിൽ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന മീനം രാശിക്കാർക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ആ വ്യക്തിയെ സ്വന്തമാക്കുവാനുള്ള മഹാഭാഗ്യവും ഇതിനാൽ ഉണ്ടാകുമെന്നതും വളരെ വലിയ ഒരു സത്യമാണ്. അതുപോലെ തന്നെ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഒരു സമയത്ത് തടസ്സപ്പെട്ട് കിടന്നിരുന്ന എല്ലാ ജോലികളും വീണ്ടും പുനരാരംഭിക്കുവാനും വളരെ വേഗത്തിൽ തന്നെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാനുള്ള യോഗവുമുണ്ടാകും. പ്രത്യേകിച്ച് വീടുപണി പോലെയുള്ള കാര്യങ്ങളിൽ തടസ്സം നേരിട്ടിരുന്ന മീനം രാശിക്കാർക്കൊക്കെ ഇത് ഭാഗ്യസമയമാണ്. അതായത് നിങ്ങളിൽ നിലനിന്നിരുന്ന നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പുകമറ നീങ്ങുന്നത് പോലെ ഇല്ലാതാവുകയും സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു ദിവസവും കൂടിയായിരിക്കും ഈ ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി ഗജകേസരി യോഗം സിദ്ധിക്കുന്നതിലൂടെ ഈ ജനുവരി മാസം 22-ാം തീയതി വ്യാഴാഴ്ച ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിയിൽ പിറന്ന ഓരോ വ്യക്തികൾക്കും ജീവിതത്തിൽ ഒട്ടനവധി മാറ്റങ്ങളായിരിക്കും ഈ ഒരു ഗജകേസരി യോഗം കൊണ്ട് കാണുവാൻ കഴിയുന്നത്. ഇതിൽ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ
ചില ആളുകൾക്ക് കുറച്ച് ദിവസങ്ങളായി എന്തെന്നില്ലാത്ത മാനസിക പിരിമുറുക്കവും കുടുംബത്തിൽ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷവും ആവശ്യമുള്ള സമയത്ത് പണം കയ്യിലില്ലാത്ത തരത്തിലുള്ള അവസ്ഥകളും നേരിടേണ്ടി വരുന്നുണ്ട്. അതായത് എന്തെന്നില്ലാത്ത ചില തടസ്സങ്ങൾ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഒട്ടനവധി ഭാഗ്യങ്ങൾ വളരെ വേഗത്തിൽ വന്നു ചേരുന്ന തരത്തിലാണ് ഈ ഒരു ഭാഗ്യയോഗം നിങ്ങളിൽ തെളിയുന്നത്. ഏറ്റവും പ്രധാനമായി കർമ്മമേഖലകളുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ചില മേടം രാശിക്കാർ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ആഗ്രഹിക്കുകയും എത്തിപ്പെടുവാൻ വളരെയധികം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഏതോ ഒരു കർമ്മമേഖലയുണ്ട്. ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിച്ചെടുക്കുവാനായി നിങ്ങൾ വളരെയധികം നാളുകളായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അതിലേക്ക് എത്തിപ്പെടുവാൻ നിങ്ങളാൽ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ അത്തരത്തിൽ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മേടം രാശിക്കാർക്ക് നിങ്ങളിൽ നിലനിൽക്കുന്ന ഭാഗ്യം കൊണ്ട് അത്ഭുതകരമായ രീതിയിൽ ആ ഒരു സ്വപ്നത്തെ നേടിയെടുക്കുവാൻ കഴിയും. ഏറ്റവും പ്രധാനമായി ഇപ്പോഴുള്ള നിങ്ങളുടെ വരുമാനം എത്രയാണോ അതിൽ നിന്നും നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതലായിട്ടുള്ള ഒരു പുരോഗതി അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന സമയവും കൂടിയാണ് ഇത്. എന്നാൽ നിലവിലുള്ള സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്ന് നിങ്ങൾക്കും അറിയില്ല എന്നതാണ് മറ്റൊരു സത്യം. എന്നാൽ ഇപ്പോഴുള്ള നിങ്ങളുടെ സാഹചര്യം എത്ര ദയനീയമായിരുന്നാലും ഈ ഗജകേസരി യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി തെളിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന ചില ധനനേട്ടങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്ന ചില അവസരങ്ങളും അതിസവിശേഷകരമായിരിക്കും. ഇനി ഈ ഒരു സമയത്ത് മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഉണ്ടാകുവാൻ പോകുന്ന മാനസികാവസ്ഥയെ പറ്റിയും എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വരെ മനസ്സിൽ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുകയും ജീവിതത്തിലെ ദുഃഖങ്ങളെപ്പറ്റി മാത്രം സങ്കടപ്പെടുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട്. എന്നാൽ ഈ ഗജകേസരി യോഗം നിങ്ങളിൽ ഭാഗ്യമായി വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുവാൻ കഴിയുകയും സ്വയം ഒരു ആത്മവിശ്വാസം നേടിയെടുക്കുവാൻ കഴിയുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ച ഗജകേസരി യോഗം സിദ്ധിച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മേടം രാശിയിൽ പിറന്ന വ്യക്തികളുള്ള വീടുകളിൽ ചില മംഗളകാര്യങ്ങൾ നടക്കും. അതായത് വിവാഹം പോലെയുള്ള എന്തോ ഒരു ശുഭകാര്യം ചില മേടം രാശിക്കാരിൽ കാണുന്നുണ്ട്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഈ ഒരു സമയം ഏറ്റവും ശുഭകരം തന്നെയായിരിക്കും. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ഈ ജനുവരി 22-ാം തീയതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന ഗജകേസരി യോഗത്താൽ ഒട്ടനവധി സൗഭാഗ്യങ്ങളായിരിക്കും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.